ഈ ലോകത്തിലെ 130 കോടി കത്തോലിക്കരുടെ മാത്രമല്ല, ലോകത്തിലെ ക്രൈസ്തവരുടെ മുഴുവൻ ആത്മീയ നേതാവാണ് മാർപ്പാപ്പ. പക്ഷേ നമുക്ക് കേരളവുമായിട്ട് ഒരു ചെറിയ അടുപ്പവും കൂടിയുണ്ട്. എന്തോ ഈ സമീപ സമയത്ത് കഴിഞ്ഞ ലോക സർവമത സമ്മേളനത്തിന് ശിവഗിരി മുൻകൈയെടുത്ത ആ സമ്മേളനം വളരെ ശ്രദ്ധേയമായ ഒന്നായിരുന്നു. അവിടെ ഉയർന്നത് ഈ ശ്രീനാരായണ ഗുരു രചിച്ച ദൈവദശകം ഇറ്റാലിയൻ ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അടുത്ത വർഷം അവസാനത്തോടെ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരും, കേരളത്തിലും ഉണ്ടാകും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ആരോഗ്യസ്ഥിതി മോശം ആയി തുടരുകയാണ്. ഈ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറുമോ എന്നും ചർച്ച ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ. 88 വയസ്സുള്ള പോപ്പ് ഫ്രാൻസിസ്, അതിനു മുൻപ് ഇരുന്ന പോപ്പ് സ്ഥാനത്യാഗം ചെയ്തത് പൂർണ്ണമായി ബെഡ് റിഡൻ ആയതിനു ശേഷമല്ല. അതുകൊണ്ട് പേപ്പസി എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ രീതികളനുസരിച്ച് രീതിശാസ്ത്രമാണ്. ഇറ്റ്സ് മെൻ ഫോർ ലൈഫ്. ജീവിതാവസാനം വരെ ഒരാൾ പോപ്പായി തിരഞ്ഞെടുത്ത് വിട്ടാൽ ഒരു ടേമിലേക്കല്ല, ഒരു എക്സിക്യൂട്ടീവ് നിയമനം പോലെ അങ്ങനെയല്ല. അതുകൊണ്ട് റിട്ടയർമെൻ്റ് ഇല്ലാത്ത ഒരു സർവീസ്, ജോലി എന്ന് പറയാനാവില്ല. ഇറ്റ്സ് നോട്ട് എ കരിയർ, ഇറ്റ്സ് എ സർവീസ് ടു ഹ്യൂമാനിറ്റി. അതുകൊണ്ടാണ് ലോക ജനസംഖ്യയുടെ 1/6 കത്തോലിക്ക വിഭാഗത്തിൽപ്പെടുന്നവരാണ്, 1/7. അപ്പം 130 കോടി ജനങ്ങളുടെ ആധ്യാത്മിക തലപ്പത്ത് നിൽക്കുന്ന ആൾ എത്ര കാലം തുടരുമെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാമല്ലോ, പോപ്പിൻ്റെ സെലക്ഷൻ തന്നെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു യൂറോസെൻട്രിക്, ആദ്യം റോം മാത്രമായിരുന്നു, റോമിൻ്റെ ചുറ്റുപാടുകൾ ഇറ്റലി, പിന്നീട് മറ്റ് ഇടങ്ങൾ, യൂറോപ്പിലെ മറ്റ് ഇടങ്ങൾ, അവിടെ നിന്നെല്ലാം ജർമ്മനിയിൽ നിന്നും വന്നു. റാറ്റ്സിംഗർ പോപ്പായിട്ട് വന്നു, ബെനഡിക്റ്റ് 16 എന്ന രൂപത്തിൽ വന്നു. പിന്നീട് പോളണ്ടിൽ നിന്ന് അതിന് മുൻപ് വന്നു കരോൾഡ് വോറ്റ്സ്റ്റില, അല്ലെ, പോപ്പ് ജോൺ പോൾ II. ഇപ്പോൾ ഇതാ ഭൂഖണ്ഡാന്തര രീതിയിൽ അർജന്റീനയിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ആദ്യമായി ഒരു പോപ്പ് വരുന്നു. ഈ അർജന്റീനയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല ബന്ധമുണ്ട്. കാരണം ലോകത്തിലെ ഫുട്ബോൾ ഇതിഹാസങ്ങളൊക്കെ അർജന്റീനക്കാരാണ്. അർജന്റീന എന്ന് പറയുന്നത് ഒരു സ്പാനിഷ് ഒരു മേഖല എന്ന നിലയിൽ, സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന ഹിസ്പാനിക് കൾച്ചറുള്ള ഒരു മേഖല. അവിടെ നിന്നും കത്തോലിക്ക സഭയ്ക്ക് അടുത്തിൽ വേരോട്ടമുള്ള ഇടമാണ്. സ്പാനിയാഡ്സ് എന്ന് പറഞ്ഞാൽ ലാറ്റിൻ എന്ന് പറയുമ്പോൾ ദക്ഷിണ യൂറോപ്യൻ പ്രദേശങ്ങളാണ്. സ്പെയിനും പോർച്ചുഗലും ഇറ്റലിയും എല്ലാം കിടക്കുന്ന ദക്ഷിണ യൂറോപ്യൻ ഭാഷകൾക്കാണല്ലോ ലാറ്റിൻ എന്ന് പറയുന്നത്. ലത്തീനോ സ്വാധീനമുള്ള മേഖലയിൽ നിന്നും തന്നെ കടന്നു വരുന്ന ഒരാളാണ്. അങ്ങനെ വരുമ്പോൾ പോപ്പ് ആദ്യം കടന്നു വന്നത്, ആദ്യം ഈ ഭൂഖണ്ഡത്തിന് യൂറോപ്പിന് വെളിയിൽ നിന്ന് വന്നത് ഈ പോപ്പല്ല എന്ന് ഓർക്കണം. 8-ാം നൂറ്റാണ്ടിൽ പോപ്പ് ഗ്രിഗറി III സിറിയയിൽ നിന്ന് വന്ന ഒരു പോപ്പുണ്ട്. അതിനുശേഷം ദീർഘമായ വർഷങ്ങൾ, 12-13 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു പോപ്പ് യൂറോപ്യൻ ഭൂഖണ്ഡത്തിൻ്റെ പുറത്തുനിന്ന് വരുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വ്യത്യസ്തനാണെന്ന് നമ്മൾ പറയുമല്ലോ. സാധാരണ അമേരിക്കൻ പ്രസിഡന്റുമാരിൽ നിന്നും വ്യത്യസ്തനാണ്. കാരണം തുറന്നു പറച്ചിലുകൾ, അതായത് മറ്റ് ആസ്പെക്ട്സ് അല്ല, തുറന്നു പറച്ചിലുകളാൽ വ്യത്യസ്തനാണ്. അതുപോലെ തന്നെ തുറന്നു പറച്ചിലുകൾ കൊണ്ട്, സുതാര്യമായ നയങ്ങൾ കൊണ്ട് വ്യത്യസ്തനായ, എവരുടെയും ആദരം പിടിച്ചു പറ്റുന്ന പോപ്പാണ് ഇപ്പോഴത്തെ പോപ്പ് ഫ്രാൻസിസ്. അതുകൊണ്ട് അദ്ദേഹം ഈ 88 വയസ്സിൽ ന്യൂമോണിയ ബാധിച്ച് കിടപ്പിലാണ്, അല്ലെങ്കിൽ വലിയ ഗുരുതര അവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ സ്റ്റേബിളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ന്യൂമോണിയയെ അതിജീവിച്ചു കഴിഞ്ഞു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷേ റിട്ടയർമെൻറ്റ് സാധിക്കുമോ? അദ്ദേഹം തന്നെ ഒരു നിലപാടെടുക്കുമോ? തൻ്റെ മുൻഗാമി കാട്ടിയ വഴികളിലൂടെ അദ്ദേഹവും സഞ്ചരിക്കുമോ? അങ്ങനെയെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക് പുതിയ ഒരു പരീക്ഷണത്തിനുള്ളൊരു വേദിയാകുമോ? കാരണം വളരാൻ വെമ്പുന്ന സഭയെ സംബന്ധിച്ചിടത്തോളം പുതിയ റീത്തുകളിലൂടെ, റൈറ്റ്സിലൂടെ മാത്രമേ വളരാൻ കഴിയും. യൂറോപ്പിലെ വളർച്ച മന്ദഗതിയിലാണ്, അല്ലെങ്കിൽ വളർച്ച 0 പോയിന്റിലാണ്, പലയിടത്തും താഴേക്കാണ്. മറ്റ് ഇടങ്ങളിൽ ഇനിയുള്ള വളർച്ചാ സാധ്യതയുള്ള മേഖല, ലാറ്റിൻ അമേരിക്കയ്ക്ക് പുറത്തുള്ള മേഖല ഏഷ്യയാണ്. ഇവിടെ ഫിലിപ്പീൻസിലും എന്തിന് ഇന്ത്യയിൽ പോലും വലിയ തോതിൽ വളർച്ചാ സാധ്യതയുള്ള കത്തോലിക്ക സഭ. അത് കേരളത്തിൽ വലിയ ഒരു സ്വാധീന ശക്തിയാണ്. കേരളത്തിലെ ആകെ ക്രൈസ്തവരുടെ 50% കത്തോലിക്ക വിഭാഗക്കാരാണ്. അതുകൊണ്ട് ഇനിയൊരു പോപ്പ് വന്നാൽ അത് ഭാരതത്തിൽ നിന്നാകുമോ? അതൊരു ചോദ്യമാണ്. കൊറിയയിൽ നിന്നാകുമോ?
ഭാരതത്തിൽ നിന്നാകുമോ ആ സാധ്യതയുണ്ട്. പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന പീപ്പിൾ കോൺക്ലേവിലെ ഒരംഗം ക്ലീമീസ് മെത്രാപ്പൊലീത്തയാണ്, മലങ്കര കത്തോലിക്ക സഭയുടെ. അപ്പം അദ്ദേഹം ഉൾപ്പെടെ പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള പേരുകളാണ്. ഇത് ഈ വെള്ളപ്പുക കാണുന്നതിൻ്റെ പിന്നിൽ പീപ്പിൾ കോൺക്ലേവ് കഴിഞ്ഞ ദിവസങ്ങളോ ചിലപ്പോൾ ആഴ്ചകളോ നീളുന്ന കൂടിയാലോചനകൾക്ക് ശേഷം കർദിനാൾമാർ ചേർന്ന് തീരുമാനിക്കുന്ന മുഖം അതാരെന്ന് മുൻകൂട്ടി അറിയാനാവില്ല. പരിശുദ്ധാത്മ പ്രേരണയാൽ പ്രാർത്ഥിച്ചെടുക്കുന്ന തീരുമാനം എന്ന് പറയപ്പെടുന്ന ആ തീരുമാനം നമ്മൾ മുൻകൂട്ടി ഒരു മാധ്യമ രംഗത്ത് നിന്നുകൊണ്ട് ഇങ്ങനെയാകും എന്ന് പറയാനാവില്ല. പക്ഷേ അതിന് പിന്നിലൊരു സോഷ്യോ കൾച്ചറൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയുണ്ട്. അവിടെയാണ് വളരുന്ന സഭയ്ക്ക് വളരണമെങ്കിൽ ഇനിയുള്ള ഇടങ്ങളിലേക്ക് പോകണം. യൂറോപ്പിന് പുറത്തേക്ക് അധികാര ഘടനകൾ മാറേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും അധികാര ഘടനയുടെ കേന്ദ്രം വത്തിക്കാൻ തന്നെ ആയിരിക്കും. ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാൻ, അത് പോപ്പിൻ്റെ കോൺക്ലേവ് മാത്രമാണ് അവിടെ ഉള്ളത്. പോപ്പുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ മാത്രമാണ് വത്തിക്കാൻ്റെ ആളുകൾ. അത് ഇറ്റലി റോമ നഗരത്തിനുള്ളിലുള്ള സ്ഥലമാണ്. പക്ഷേ വെളിയിൽ നിന്നും ഒരു പോപ്പ് വരുന്നു, വെള്ളക്കാരനല്ലാത്ത ഒരു പോപ്പ് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൽ പുതുമകളേറെയുണ്ട്. വിശ്വാസ്യത കൂടാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ വിശ്വാസ സമൂഹത്തെ ചേർത്ത് നിർത്താൻ, ഉദ്ദീപിപ്പിക്കാൻ, കൂടുതൽ പേരെ വിശ്വാസ മാർഗത്തിലേക്ക് കൊണ്ടുവരാനൊക്കെയുള്ള കത്തോലിക്ക സഭയുടെ ശ്രമങ്ങൾ, കത്തോലിക്ക സഭയുടെ ശ്രമം വിശ്വാസപരം മാത്രമല്ലെന്ന് ഓർക്കണം. ഒരു ഏറ്റവും വലിയ കോർപ്പറേറ്റ് എൻറ്റിറ്റി കൂടിയാണ് കത്തോലിക്ക സഭ. കാരണം സ്ഥാപനങ്ങളിലൂടെ എത്രയോ സ്ഥാപനങ്ങൾ ലോകത്തെമ്പാടുമായി വ്യാപിച്ചു കിടക്കുന്ന സ്ഥാപനങ്ങൾ, ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനങ്ങൾ. അപ്പം കത്തോലിക്ക സഭയുടെ കെട്ടുറപ്പിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടനകൾ, ആ ഘടനകളുടെ തലപ്പത്ത് വന്ന വൺ മാൻ whom the entire Christendom respects and Catholics consider their ultimate administrative and also the temporal, administrative and spiritual head ആയി കാണുന്ന പോപ്പിനെ സംബന്ധിച്ചിടത്തോളം ആരാകുമെന്നത് വലിയ ചോദ്യമാണ്. പക്ഷേ ഈ പോപ്പ് സ്ഥാനമൊഴിയുമോ എന്ന് ചർച്ച ഈ അടുത്ത സമയത്ത് വന്നതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ ഈ വിഷയം കൂടുതലായി സംസാരിക്കുന്നത്. അല്ല, ഇത് പോപ്പിന് മാത്രമായിട്ട് എടുക്കാവുന്ന ഒരു തീരുമാനമാണോ അങ്ങനെ സ്ഥാനം? വ്യക്തിപരമായി ഒരു അസ്വാസ്ഥ്യം, ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ട് എങ്കിലോ, മാനസിക നിലയിൽ വരുന്ന അൽഷൈമേഴ്സ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ട് എങ്കിലോ സഭ കൂടിയാലോചിച്ച് വ്യക്തിയുടെ താല്പര്യങ്ങളും കൂടെ നോക്കി പ്രീസിഡൻസ് ഇല്ല എങ്കിൽ പോലും ഒരു തീരുമാനമെടുക്കാം. അങ്ങനെ തീരുമാനമെടുത്ത സഭകളുണ്ട്. സ്ഥാനത്യാഗം ചെയ്ത മറ്റ് സഭകളുണ്ട്. ഇതുവരെ ചെയ്യാതിരുന്ന പുതിയ മാർത്തോമാ സഭയുടെ ഉൾപ്പെടെ മെത്രാപ്പൊലീത്തയായിരുന്ന ക്രിസ്റ്റോസ്റ്റം മാർത്തോമാ മെത്രാപ്പൊലീത്ത റിട്ടയർ ചെയ്ത് ജീവിതം ഏറെക്കാലം അതിനുശേഷം ജീവിച്ചു. അപ്പോൾ ഇതിനൊക്കെയുള്ള മാതൃകകളുണ്ട്. അപ്പം മുൻകാലങ്ങളിൽ റിട്ടയർമെൻറ്റ് ഇല്ലായിരുന്നു എന്നതുകൊണ്ട് പുതിയൊരു തുടക്കം അസാധ്യമായ കാര്യമല്ല. അത് പിന്നീട് അത് കൺവെൻഷനായിട്ട് മാറും. അതേസമയം ഒരു കാരണവശാലും ഇന്നത്തെ നിലയിൽ പോപ്പിനൊരു കാലാവധി ഇത്ര വർഷം ഒരു പ്രസിഡന്റിന് നൽകുന്ന പോലെ, ഞാൻ പ്രസിഡന്റ് എന്ന് പറയാനുള്ള കാരണം ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിന് തുല്യമായ പദവിയുള്ള ആൾ കൂടിയാണ്. വത്തിക്കാൻ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ തലവൻ കൂടിയാണ്, എക്സിക്യൂട്ടീവ് ഹെഡ് കൂടിയാണ് പോപ്പെന്ന് ഓർക്കണം. പോപ്പിന് റിലീജിയസ് ചുമതല മാത്രമല്ല. ഡൊണാൾഡ് ട്രംപ്, അതുപോലെ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഇരിക്കുന്ന അതേ പ്രോട്ടോക്കോൾ അനുസരിച്ച് അതേ സ്ഥാനത്ത് തന്നെയാണ് പോപ്പ് ഇരിക്കുന്നത്, വത്തിക്കാൻ്റെ തലവൻ എന്ന നിലയിൽ. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. മറ്റ് കർദിനാൾമാർക്കൊന്നുമില്ലാത്ത, മറ്റ് മത മേലധ്യക്ഷന്മാർക്കൊന്നുമില്ലാത്ത ഒരു സ്ഥാനം കൂടി പോപ്പിനുണ്ട് എന്ന് ഓർക്കണം. പക്ഷേ ഇദ്ദേഹത്തിന് ഈ സ്ഥാനം ഒഴിയണം എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ തക്കവണ്ണം ഒരു പക്ഷേ ആരോഗ്യസ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യാനായിട്ട് മറ്റാർക്കെങ്കിലും അത്തരത്തിൽ അങ്ങനെ ഒരു സാഹചര്യം മുൻപുണ്ടായിട്ടില്ല എന്നതുകൊണ്ട് അതും ഒരു പ്രസിഡൻസാണ്. ഒരു ആരോഗ്യസ്ഥിതി വളരെ മോശമാവുകയും സ്ഥാനത്യാഗം ചെയ്യാൻ താല്പര്യം കാട്ടാതിരിക്കുകയും ചെയ്താൽ പിന്നെ എന്ത് എന്നതൊരു ചോദ്യമാണ്. പക്ഷേ പോപ്പ് ഫ്രാൻസിസിൻ്റെ രീതികൾ എന്ന് പറയുന്നത് തൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. താൻ ഏറ്റുപറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, മിയാ കുൾപ്പ, മിയാ മാക്സിമ കുൾപ്പ, തൻ്റെ തെറ്റുകൾ, തൻ്റെ പിഴ, തൻ്റെ വലിയ പിഴ. അതായത് കത്തോലിക്ക സമൂഹം, കത്തോലിക്ക സഭ നാളിതുവരെ മുൻകാലങ്ങളിൽ ചെയ്ത പല തെറ്റുകളും അത് തെറ്റാണ് എന്ന് വൈകിയെങ്കിലും അഡ്മിറ്റ് ചെയ്യാൻ ആർജവം കാട്ടുന്ന ധീരനായ ഒരു പോപ്പ്. ആ രീതിയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അതുകൊണ്ട് ഒരിക്കലും ഒരു അധികാരം അദ്ദേഹത്തെ മോഹിപ്പിക്കുകയോ അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന
ഒരു വ്യക്തിയല്ല എന്നത് ഇതുവരെയുള്ള പ്രവർത്തനം കൊണ്ട് തെളിഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായും അങ്ങനെ ഒരു സാഹചര്യം ഈ പോപ്പിൻ്റെ കാലത്തുണ്ടാവില്ല. ആരോഗ്യസ്ഥിതി തീരെ മോശമായി തനിക്ക് പ്രവർത്തിക്കാനാവാത്ത അന്തരീക്ഷം വന്നാൽ അദ്ദേഹം സ്വയം സ്ഥാനത്യാഗം ചെയ്യാനുള്ള സന്നദ്ധത മറ്റ് തൻ്റെ സഹപ്രവർത്തകരെ അല്ലെങ്കിൽ ബിഷപ്പുമാരെ അറിയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വളരെ സാധാരണക്കാരനായിട്ടാണ് കഴിഞ്ഞു വരുന്നതും തന്നെ. അതിനുള്ള പല തെളിവുകളും ഒക്കെ നമുക്ക് പല സാഹചര്യങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടുള്ളതുമാണ്. രാജത്വത്തിൻ്റെ ഘടനകളല്ല, മറിച്ച് ഒരു എളിയ ഇടയൻ്റെ ആ ഒരു ആർദ്രത, സൗമ്യത, അതെല്ലാം പ്രതിഫലിക്കുന്ന വ്യക്തിത്വം എന്ന നിലയിൽ മതാതീതമായി അംഗീകാരം നേടുന്ന, മതഘടനകൾക്ക് ഉപരിയായി സാർവത്രികമായി സർവ്വലൗകിക അംഗീകാരം നേടുന്ന ഒരു വ്യക്തിക്ക് ആരോഗ്യ സൗഖ്യങ്ങളും കൂടെ നേരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.